പാർത്ഥസാരഥി ഒരു വലിയ മുതലാളിയാണ്. അയാളുടെ ഭാര്യയുടെ പേര് മീനാക്ഷി. പാർത്ഥസാരഥിയും മീനാക്ഷിയും ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ വീടാണ് ആ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും വലിയ വീടായിട്ടുണ്ടായിരുന്നത്. അവരുടെ മകനും മരുമകളും അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. അവർ വർഷത്തിൽ ഒരു തവണയാണ് നാട്ടിലേക്ക് വന്നു പോകുന്നത്. വന്നിട്ട് ഒരാഴ്ചയോ 4-5 ദിവസമോ തങ്ങിയിട്ട് തിരിച്ചു പോകും. പാർത്ഥസാരഥിയുടെ വീട്ടിൽ വീട്ടുജോലികളും തോട്ടം പണിക്കൊക്കെയായി ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് രംഗയ്യ എന്നാണ്. അയാൾക്ക് ഭാര്യയും ഒരു മകനും ഉണ്ടായിരുന്നു. രംഗയ്യയുടെ കുടുംബം ഒരു കുടിലാണ് താമസിച്ചു വരുന്നത്. അയാൾ എല്ലാ ദിവസവും രാവിലെ മുതലാളി പാർത്ഥസാരഥിയുടെ വീട്ടിലേക്ക് ജോലിക്ക് പോകും. ആ വീട്ടിലെ വീട്ടുജോലികളും തോട്ടം പണി ഉൾപ്പെടെ എല്ലാ ജോലികളും ചെയ്യുന്നത് രംഗയ്യ തന്നെയാണ്. ആ ജോലികൾക്കായി രംഗയ്യയ്ക്ക് പാർത്ഥസാരഥി മാസം ശമ്പളവും കൊടുക്കുന്നതാണ്. രംഗയ്യയുടെ മകൻ സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിച്ചു വരികയാണ്. അവൻ പഠിത്തത്തിൽ മിടുക്കനാണ്. ഒരു ദിവസം പാർത്ഥസാരഥിയുടെ വീട്ടിൽ മകനും മരുമകളും അമേരിക്കയിൽ നിന്ന് വന്നു. അവരോടൊപ്പം പാർത്ഥസാരഥിയുടെ കൊച്ചുമകൾ മേഘനയും വന്നിരുന്നു. പാർത്ഥസാരഥി തന്റെ മകനോട് പറഞ്ഞു, എടാ മോനെ, നീ എല്ലാ പ്രാവശ്യം വരുമ്പോ ഒരാഴ്ചയോ 2-3 ദിവസമോ നിന്നിട്ട് നീ അങ്ങ് തിരിച്ചു പോവും. എന്റെ കൊച്ചുമകളുടെ ഒപ്പം എനിക്ക് കുറച്ചുനാള് താമസിക്കണം. പക്ഷെ നീ ഇതെന്തുവാ, എന്റെ കൊച്ചുമോളെ കൊണ്ടുവന്നതിലും വേഗത്തില് നീ അങ്ങ് തിരിച്ചു കൊണ്ടുപോവല്ലേ? നീ ഒരു കാര്യം ചെയ്, നീ ഈ ഒരു വട്ടം കൊച്ചിനെ ഇവിടെ ആക്കിയിട്ടങ്ങ് പൊക്കോ. പാർത്ഥസാരഥി അങ്ങനെ പറഞ്ഞപ്പോ അയാളുടെ മകൻ ഭാര്യയെ നോക്കി. അപ്പോ അവൾ പറഞ്ഞു, അച്ഛാ, ഈ പ്രാവശ്യം 10 ദിവസമല്ല 2 ആഴ്ച നിന്നിട്ട് പോകാം. പക്ഷേ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല. അവള് ഞങ്ങളില്ലാതെ ഇവിടെ തനിച്ചു നിൽക്കുകയാണെങ്കില് നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തും. ഒരു കാര്യം ചെയ്യാം, അടുത്ത വർഷം വരുമ്പോ 1 മാസം നിൽക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാം. അവള് കുറച്ചും കൂടെ വലുതായിട്ട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എത്ര നാള് വേണമെങ്കിലും അവൾ ഇവിടെ വന്ന് നിക്കട്ടെ. മരുമകൾ പറയുന്നതും ശരിയാണെന്ന് പാർത്ഥസാരഥിക്ക് തോന്നി. അദ്ദേഹം ശരി മോളെ എന്ന് പറയുകയും ചെയ്തു. പാർത്ഥസാരഥിയുടെ വീട്ടിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. ആ പൂളിൽ എപ്പോഴും മേഘന നീന്തിക്കൊണ്ടേയിരിക്കും. അവൾക്ക് ആ സ്വിമ്മിംഗ് പൂൾ വളരെ വളരെ ഇഷ്ടമായി. അവൾ ആ സ്വിമ്മിംഗ് പൂളിൽ എപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട അവളുടെ അമ്മ അവളെ നന്നായി വഴക്കു പറഞ്ഞു. മേഘന, ഇതെന്ത് ശീലമാണ്? എപ്പോ നോക്കിയാലും പൂളിൽ കുളിച്ചോണ്ടേ ഇരിക്കുകയാണല്ലോ. അവസാനം ജലദോഷം പിടിച്ചിട്ട് നീ തന്നെ ഹച്ചി ഹച്ചി എന്ന് തുമ്മിക്കൊണ്ട് നടക്കുന്ന കാണാം. മര്യാദയ്ക്ക് വെളി വന്നേ. അമ്മ, ഞാൻ കുറച്ചു നേരം കൂടി ഈ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചിട്ട് വരാമ്മ. ശരി ശരി, ഞാൻ നിനക്ക് 5 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ നീ സ്വിമ്മിംഗ് പൂളിന്റെ വെളിയിൽ വന്നേക്കണം. ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് പണിഷ്മെന്റ് തരും, കേട്ടല്ലോ എന്ന് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോയി. അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് കൊണ്ട് കുറച്ചു സമയം കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെളിയിലേക്ക് വന്നു മേഘന. പാർത്ഥസാരഥി രംഗയ്യയെ വിളിച്ചിട്ട് സ്വിമ്മിംഗ് പൂൾ വൃത്തിയാക്കാൻ അറിയിച്ചു. രംഗയ്യ, സ്വിമ്മിംഗ് പൂള് വൃത്തിയാക്കിയിട്ട് 2 ദിവസമായി. ഇന്ന് നീ ഇത് വൃത്തിയാക്കിയിട്ട് വീണ്ടും വെള്ളം നിറച്ചിട്ടേ കേട്ടോ എന്ന് പറഞ്ഞു പാർത്ഥസാരഥി. അതിന് ശരി മുതലാളി എന്ന് പറഞ്ഞ രംഗയ്യ വൃത്തിയാക്കാനായി പൂളിന്റെ അരികിലേക്ക് വന്നു. അപ്പോ അയാളുടെ മകൻ വിശ്വ വന്നു. അച്ഛാ, അമ്മ പറഞ്ഞു പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് ചെല്ലാൻ എന്ന് പറഞ്ഞു. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന 10 രൂപ എടുത്ത് വിശ്വനെ ഏൽപ്പിച്ചു. ഇപ്പോ ഇതേ ഉള്ളെന്ന് നിന്റെ അമ്മയോട് പോയി പറയ്. ഞാൻ വൈകിട്ട് വരുമ്പോ മുതലാളിയോട് എന്തെങ്കിലും അഡ്വാൻസ് തുക വാങ്ങിയിട്ട് വരാന്ന് പറ കേട്ടോ എന്ന് പറഞ്ഞു. അവനും ശരിയെന്ന് പറഞ്ഞു. അപ്പോ അവൻ ആ സ്വിമ്മിംഗ് പൂൾ കണ്ടു. ആ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോ അവന് ഒരുപാട് ഇഷ്ടമായി. ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ അവന് വലിയ ആശയായി. ഉടനെ അവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ആഗ്രഹമുണ്ട് അച്ഛാ. ഞാൻ ഒരു പ്രാവശ്യം ഇതിനകത്ത് കുളിച്ചോട്ടെ? അതിന് അവന്റെ അച്ഛൻ, ഇല്ല മോനെ, ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ അല്ലല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പറ്റും? മോനിപ്പോ വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞു. അപ്പോ മേഘന അങ്ങോട്ടേക്ക് വന്നു. അവൾ വിശ്വ അവന്റെ അച്ഛനോട് ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണം എന്ന് പറഞ്ഞ വിവരം കേട്ടിരുന്നു. ഡാ, ഇത് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളാ. ഇതിലെങ്ങനെ ഇയാൾക്ക് കുളിക്കണോന്ന് പറയാൻ പറ്റും? അങ്ങനെ കുളിക്കണോന്നുണ്ടെങ്കിലും എന്റെ അപ്പൂപ്പനോടാണ് നീ പെർമിഷൻ ചോദിക്കേണ്ടത്, അതല്ലാതെ നിന്റെ അച്ഛനോടല്ല ചോദിക്കേണ്ടത്. ഇതുപോലുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ നീ ദൂരെ നിന്ന് നോക്കി നിന്നാ മതി. കുളിക്കാനൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, മനസ്സിലായ?
എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോ വിശ്വ അവിടെ നിന്ന് തിരിച്ചുപോയി. വീട്ടിലേക്ക് എത്തിയ വിശ്വ വളരെ വിഷമത്തിലായി. മേഘ്ന ദേഷ്യത്തോടെ പറഞ്ഞ വാക്കുകളാണ് അവന് വീണ്ടും വീണ്ടും മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. ജോലി കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് എത്തിയതും അച്ഛാ എനിക്കൊരു സ്വിമ്മിംഗ് പൂൾ വേണം എന്ന് പറഞ്ഞു. അത് കേട്ടതും അവന്റെ അച്ഛന് ഷോക്കായിട്ടുണ്ടായിരുന്നു. എടാ മോനെ, പണക്കാരുടെ വീട്ടിലൊക്കെ അല്ലേ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്? നമ്മള് അത്ര വലിയ പണക്കാരൊന്നും അല്ലല്ലോ. ഇതൊരു കുടിലല്ലേ. ഒരു ദിവസം 2 നേരമാണ് നമ്മൾ കഴിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നീ എങ്ങനെ ഈ സ്വിമ്മിംഗ് പൂൾ ചോദിക്കുന്നേ? നമ്മളെ പോലുള്ളവർക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ദൂരെ നിന്ന് നോക്കി രസിക്കുന്നതല്ലാതെ ആ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടി കുതിച്ച് നീന്തലടിക്കുന്ന കാര്യമൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. മനസ്സിലായോ എന്നയാൾ വിശ്വയോട് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞതൊന്നും വിശ്വയുടെ തലയിൽ കയറിയില്ല. അവൻ ആ സ്വിമ്മിംഗ് പൂൾ വേണം എന്ന കാര്യത്തിൽ പിടിവാശിയോടെ നിന്നു. അവൻ 2 ദിവസമായിട്ട് ഭക്ഷണമേ കഴിച്ചിട്ടില്ല. ആ വിവരം അവന്റെ അമ്മ രംഗയ്യോട് പറഞ്ഞു. ചേട്ടാ, നമ്മുടെ മോൻ 2 ദിവസമായിട്ട് ഒന്നും തന്നെ കഴിക്കുന്നില്ലല്ലോ. അതിനയാൾ എന്താ അവൻ എന്താ കഴിക്കാത്തെ എന്ന് ചോദിച്ചു. അവന് സ്വിമ്മിംഗ് പൂൾ വേണോന്ന്, സ്വിമ്മിംഗ് പൂൾ വേണോന്ന് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. എന്താ ചേട്ടാ ചെയ്യുന്നേ? ഉടനെ അയാൾ അന്ന് അവൻ മുതലാളിയുടെ വീട്ടിൽ വന്നപ്പോ അവരുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂൾ അവൻ കണ്ടായിരുന്നു. അത് കണ്ടതും അവൻ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ അല്ല, അതിൽ കുളിക്കാൻ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞു. മുതലാളിയുടെ കൊച്ചുമോളും വന്നിട്ട് അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അതും കഴിഞ്ഞ് ദേഷ്യത്തോടെ ഇങ്ങോട്ട് വന്നതേ. അന്ന് മുതലേ അവൻ ആ സ്വിമ്മിംഗ് പൂൾ വേണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് രംഗയ്യ പറഞ്ഞു. അവൻ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ പിടിവാശിയോടെ നിൽക്കുന്നത് രംഗയ്യക്ക് വളരെ സങ്കടമുണ്ടാക്കി. എന്ത് ചെയ്യാം എന്ന് രംഗയ്യ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ അയാൾക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്തയുണ്ടായി. മണ്ണും ചുണ്ണാമ്പും ഒക്കെ വെച്ച് ഒരു സ്വിമ്മിംഗ് പൂൾ അയാൾ തന്നെ നിർമ്മിക്കാനായി തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ നീന്തൽക്കുളം രംഗയ്യ നിർമ്മിച്ചു കഴിഞ്ഞു. അത് കാണാൻ ഒരു മൺകുടം പോലെ ഉണ്ടായിരുന്നു. ആ മൺകുടം പോലെ ഇരിക്കുന്ന സ്വിമ്മിംഗ് പൂളിൽ അയാൾ വെള്ളം നിറച്ചു. വിശ്വ ആ മൺകുടം പോലെ ഇരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോ വളരെ ആശ്ചര്യപ്പെട്ടു. അവൻ ആ സ്വിമ്മിംഗ് പൂളിൽ കുതിച്ചു ചാടി. ഇനി മുതൽ ആ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതാണ് അവന്റെ ഒരേ ഒരു വിനോദം എന്ന് അവൻ തീരുമാനിച്ചു. ആ സ്വിമ്മിംഗ് പൂളിനെ പറ്റി കേട്ടറിഞ്ഞ മേഘ്ന ആ സ്വിമ്മിംഗ് പൂൾ കാണാനായി അങ്ങോട്ടേക്ക് വന്നു. അവൾക്ക് ആ സ്വിമ്മിംഗ് പൂൾ വളരെ വ്യത്യാസമുള്ളതാണ് എന്ന് തോന്നി. ഹായ് ഫ്രണ്ട്, ഞാനും ഈ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനായിട്ട് വരട്ടെ. ഞാൻ അന്ന് നിന്നെ വഴക്കു പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കണ്ട കേട്ടോ എന്ന് അവൾ പറഞ്ഞു. ഉടനെ വിശ്വ ഓ തീർച്ചയായിട്ടും വന്ന് കളിക്കാലോ എന്ന് വിശ്വ പറഞ്ഞു. എന്നിട്ട് മേഘ്നയും ആ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കളിച്ചു. വിശ്വ തനിക്ക് ആ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി തന്ന അച്ഛനോട് നന്ദിയും പറഞ്ഞു. തന്റെ പ്ലാനെ കുറിച്ച് അമ്മായിമ്മയോട് പറയാൻ ആരംഭിച്ചു ഗോപിക. അമ്മായിമ്മേ, ദേവിയോട് ആരെങ്കിലും ചെന്ന് സഹായം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ ചെയ്തു കൊടുക്കും. അവളോട് പോയി ഞാനൊരു സഹായം ചെയ്യുവോ എന്ന് ചോദിക്കാൻ പോവുക. അതായത് ഗ്രാമത്തിന് വെളിയിലെ കിണറില് എന്റെ മോതിരം വീണെന്ന് പറയും. അവളത് എടുത്തു തരാനായിട്ട് വരും. അപ്പോ അവളെ കിണറ്റില് തള്ളിയിടാം. എന്തു പറയുന്നു? അടിപൊളി ഐഡിയ ആണല്ലോ. ഇപ്പോഴാണ് നീ എന്റെ മരുമോളെ പോലെ ആലോചിച്ചു തുടങ്ങിയത്. അമ്മായിമ്മേ, ഞാൻ എപ്പോഴും എന്നെ പോലെയാണ് ആലോചിക്കുന്നത്. നിങ്ങളുടെ മരുമോളെ പോലെ ആലോചിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് എന്റെ ആലോചനയെ നശിപ്പിക്കാതെ. ശരി മരുമോളെ, ശരി ശരി, കണ്ടതൊക്കെ പറഞ്ഞ് എന്റെ വാ അടയ്ക്കാതെ. എന്നിട്ട് പിന്നെയും നമ്മൾ തമ്മിൽ വഴക്കിടേണ്ടി വരും. ആദ്യം ആ തടിച്ചു പെണ്ണിന്റെ വീട്ടിൽ പോകാം. പെട്ടെന്ന് ചെന്നിട്ട് അവളെ ആ കിണറിനടുത്തേക്ക് കൊണ്ടുപോകാം. വാ വാ. എന്തിനമ്മായമേ, എന്തിനാ ഇങ്ങനെ ധൃതി കാണിക്കുന്നേ? ഞാൻ എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണമെന്ന് ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കേ. ഇപ്പൊ നമ്മൾ പോയി വിളിച്ച ആ തടിച്ചിക്ക് സംശയം വരും. അവൾ എന്നെങ്കിലും വെളിയിൽ പോയിട്ട് ആ കിണറ്റിനടുത്തൂടെ നടന്നു വരുമ്പോ വിളിച്ചാൽ മാത്രമാണ് അവൾക്ക് സംശയം ഇല്ലാതിരിക്കത്തുള്ളൂ. ശരി, എന്തായാലും ചെയ് എന്ന് ഒരു ദീർഘശ്വാസം വിട്ട് മീനാക്ഷി പറഞ്ഞു. ഒരാഴ്ച കടന്നുപോയി. ഒരു ദിവസം മീനാക്ഷിയും ഗോപികയും ഗ്രാമത്തിന് വെളിയിലുണ്ടായിരുന്ന കിണറിനടുത്ത് നിൽക്കുകയായിരുന്നു. അവിടെ ദൂരത്തു നിന്ന് ദേവി നടന്നു വരികയായിരുന്നു. അവൾ അവരെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ മീനാക്ഷി ദേവിയെ വിളിച്ചു. മോളെ ദേവി. നിന്ന് അവരെ നോക്കിയ ദേവി പറയ് എന്ന് പറഞ്ഞു.
മോളെ ഒരു സഹായം ചെയ്യൂടി. എന്ത് സഹായം ചെയ്യണം? പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. എന്റെ മരുമോടെ മോതിരം ഈ കിണറ്റിനുള്ളിൽ വീണുപോയിടി. അതെന്റെ മകന്റെ കല്യാണത്തിന് വിരലിലിട്ട് കൊടുത്തതാ അവക്ക്. അതുകൊണ്ട് ഇപ്പൊ ആ മോതിരം ഇല്ലാതെ വീട്ടിലേക്ക് പോയാ എന്റെ മരുമോളെ അടിക്കും. അതുകൊണ്ട് മോള് വലിയ മനസ്സ് കനിഞ്ഞ് ഈ കിണറ്റിൽ കിടക്കുന്ന മോതിരം എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് എടുത്തു തരുവോ? കിണറ്റിന് ഉള്ളിൽ കിടക്കുന്ന മോതിരം എനിക്കെങ്ങനെ എടുക്കാൻ പറ്റും? മോൾ ആ കിണറ്റിലൊന്ന് എത്തി നോക്ക് മോളെ, അപ്പോ വല്ല ഐഡിയ കിട്ടും. എന്നിട്ട് ആ മോതിരം എടുക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ തന്നാ ആ ഐഡിയ പ്രകാരം ചെയ്യാലോ. എന്റെ മരുമോൾക്ക് മോളുടെ അത്ര ഐഡിയ ഒന്നും വരുത്തില്ല. അതാ ഞങ്ങൾ എന്ത് ചെയ്യൂന്ന് അറിയാതെ നോക്കി നിന്നത്. വാ മോളെ, കിണർ നോക്കിയിട്ട് ഒരു ഐഡിയ പറഞ്ഞതാ. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് കിണറിനടുത്ത് പോയി എത്തി നോക്കാമെന്ന് കരുതി. അപ്പൊ ഗോപിക, ആഹാ, നമ്മുടെ അമ്മാമ്മ പറഞ്ഞ വാക്കുകളില് അവൾ അലിഞ്ഞു പോയല്ലോ. ഇപ്പോ കിണറിനടുത്തേക്ക് വരാൻ പോവുകയാണ്. ഇവൾ എങ്ങനെയെങ്കിലും കിണറ്റിന്റെ ഉള്ളിൽ തള്ളിയിടേണ്ടതാണ് എന്ന് അവൾ മനസ്സിനുള്ളിൽ ആലോചിച്ചു. ഗോപിക മനസ്സിനുള്ളിൽ ആലോചിച്ചത് ഉടനെ ദേവിക്ക് കേട്ടു. ഓ, ദുഷ്ടര് തന്നെ. സഹായം ചെയ്യാന്ന് വെച്ചപ്പോ എന്നെ നിങ്ങൾ കിണറ്റിന്റെ ഉള്ളിൽ തള്ളിയിടാന്ന് കരുതുന്നല്ലേ? ശരി, വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് തന്റെ ഫോൺ എടുത്ത് ആർക്കോ ഫോൺ ചെയ്തു. കിണറിനടുത്ത് വന്നു ദേവി. അവള് വന്ന അടുത്ത നിമിഷം തന്നെ ഗോപികയും മീനാക്ഷിയും ചേർന്ന് ദേവിയെ കിണറ്റിന്റെ ഉള്ളിൽ തള്ളിയിട്ടു. എന്നിട്ട് അവിടെ നിന്ന് വേഗം വീട്ടിലേക്കെത്തി. എന്റെ അമ്മായിയമ്മേ, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ആ തടിച്ചു പെണ്ണെ നമ്മൾ ഒതുക്കിയില്ലേ? ഈ സമയം അവള് സ്വർഗത്തിലിരിക്കുകയായിരിക്കും. അതെന്താടി മരുമോളെ, അവൾക്ക് സ്വർഗം? അവള് നരകത്തിൽ പോവില്ലേ? അവള് നമ്മളെ പോലെ അല്ല അമ്മായിയമ്മേ. അവൾ എല്ലാവർക്കും സഹായം ചെയ്യുന്നവളാണ്. അതുകൊണ്ട് അവള് സ്വർഗത്തിൽ തന്നെ പോകത്തുള്ളൂ. ശരി, നമുക്കെതിരായിരുന്ന ഒരേ ഒരാളെ നമ്മൾ കാലിയാക്കി. ഇനി നമുക്ക് സമാധാനമായിട്ട് അങ്ങ് പോകാലോ. പക്ഷേ എന്റെ കാര്യത്തില് ഇതുപോലെ ഒരു തീരുമാനം എടുത്തേക്കല്ലേ? അത് നിങ്ങൾ പോകുന്ന രീതിയിലാണല്ലോ അമ്മായിമ്മേ. നിങ്ങൾ ശാന്തമായിട്ടിരുന്നാ ഞാനും ശാന്തമായി തന്നെ ഇരിക്കും. അത്രേ ഉള്ളൂ. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ വീട്ടിലേക്ക് ദേവി വന്നു. അവളെ കണ്ടതും രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു നോക്കി. അവര് ഞെട്ടി സോഫയിൽ നിന്ന് എണീറ്റു. നിങ്ങളുടെ സംസാരം കേട്ട് വിശ്വസിച്ച് എത്തി നോക്കിയതിന് കിണറ്റിൽ നിങ്ങൾ എന്നെ തള്ളിയിട്ടല്ലേ എന്ന് ദേവി ചോദിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല. നിശബ്ദമായി നിന്നു. നിങ്ങളുടെ ഈ മാതിരി കളിയെല്ലാം നിർത്തിയേക്ക്. ഞാൻ എന്റെ കളി തുടങ്ങിയെന്ന് വെച്ചോ, അത് നിങ്ങൾ താങ്ങില്ല, പറഞ്ഞേക്കാം എന്ന് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ദേവി. നീ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഗോപിക ചോദിച്ചു. അതിന് ദേവി ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. ഗോപിക അമ്മായിയമ്മയെ നോക്കി ചോദിച്ചു, അല്ല അമ്മായിയമ്മേ, ഈ തടിച്ച് എങ്ങനെ രക്ഷപ്പെട്ടു കാണും? എനിക്ക് എങ്ങനെ അറിയാമടി? ദേവി എങ്ങനെ രക്ഷപ്പെട്ടു കാണും എന്നുള്ള വിഷയം ആലോചിച്ച് അമ്മായിയമ്മയും മരുമകളും തലപുകച്ചു. പക്ഷെ ദേവി എങ്ങനെ രക്ഷപ്പെട്ടു കാണും? മീനാക്ഷി കിണർ എത്തി നോക്കാൻ വിളിച്ചപ്പോ അവർ തന്നെ കിണറ്റിൽ തള്ളിയിടാനായിട്ടാണ് വിളിക്കുന്നതെന്ന് ദേവി കേട്ടു. ഉടനെ അവൾ ഫോൺ എടുത്ത് ഫയർഫോഴ്സിന്റെ ആൾക്കാരെ വിളിച്ചു. ഞാൻ കിണറിനുള്ളിൽ വീണ് കിടക്കുകയാണ്, ഉടനെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിരുന്നു. മീനാക്ഷിയും ഗോപികയും ദേവിയെ കിണറിന്റെ ഉള്ളിൽ തള്ളിയിട്ട അടുത്ത നിമിഷങ്ങളിൽ തന്നെ അവിടെ എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണറിനുള്ളിൽ ചാടി ദേവിയെ രക്ഷിച്ചു. എന്നാ ഇതൊന്നും മീനാക്ഷിക്കും ഗോപികയ്ക്കും അറിയാത്തതുകൊണ്ട് ദേവി എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആലോചിച്ചിരുന്നു രണ്ടുപേരും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലെ ഇനിയും കാർട്ടൂൺ കഥകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പോഴാണ് ഞങ്ങളിടുന്ന കഥകൾ ഉടനെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരികയുള്ളൂ.